മറ്റുള്ളവരുടെ വസ്തുക്കൾ തട്ടിയെടുക്കുന്ന പിശാചുണ്ട്. അവർ നക്കിക്കൊണ്ടായിരിക്കും വന്നത്, പക്ഷെ കുത്തിക്കൊല്ലും, തട്ടിക്കൊണ്ടുപോകും, കവർച്ച നടത്തും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഈ പിശാച് ഏത് വിധത്തിലാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ലോൺ എടുക്കാൻ ഡിപ്പോസിറ്റ് ചെയ്യാനെന്നും പറഞ്ഞായിരിക്കും വന്നത്. അവൻ തട്ടിപ്പായിരിക്കും ചിലപ്പോൾ. എത്രയോ വിധത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു. ഇൻ്റർനെറ്റിലൂടെ തട്ടിപ്പ്, അതുപോലെ തന്നെ വീട് സന്ദർശനത്തിലൂടെ തട്ടിപ്പ്, പ്രേക്ഷിത വേലയിലൂടെ തട്ടിപ്പ്. ഇങ്ങനെയുള്ള തട്ടിപ്പ് കാര്യം ഒത്തിരി നടക്കുന്നുണ്ട്. ഇവരൊക്കെ ഒരുപക്ഷെ അന്ന് നല്ലവരായിരുന്നിരിക്കാം. പിന്നെ പിശാച് കയറി കൂടി കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ തലത്തിലേക്ക് പോകുന്നു. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. തിന്മയുടെ മൂർത്തിഭാവത്വമായ തട്ടിപ്പിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.